ഹലോ ഹായ് ഡിയേഴ്സ് സിന്ദൂരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓണത്തിരക്കായിരുന്നു. പാർലറിൽ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണത്തിൻ്റെ തലേദിവസത്തെ റിസപ്ഷൻ മേക്കപ്പാണ് കാണിക്കുന്നത്. കല്യാണക്കുട്ടി വേറെ ആരുമല്ല, എൻ്റെ തന്നെ റിലേറ്റീവ് കൊച്ചച്ഛൻ്റെ മകളാണ്. അപ്പോൾ അവളുടെ കല്യാണ വർക്ക് എനിക്കാണ് തന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആളിന് നോർമൽ ലുക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളിനെ മാറ്റുന്ന മേക്കപ്പ് ആളിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആളിന് നോർമൽ ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ലെൻസ് വെക്കുകയാണ്. നമുക്ക് ലെൻസ് ഫസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. അത് ആളിനും ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കണ്ണിന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ മേക്കപ്പിലേക്ക് പോയി. ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു ലൈറ്റ് കളർ ഐഷാഡോയാണ് കൊടുത്തിട്ടുള്ളത്. വലിയ ഹെവി ആയിട്ടൊന്നും കളർ കൊടുത്തിട്ടില്ല. ആളിന് ന്യൂഡ് മേക്കപ്പാണ് താല്പര്യമെന്ന് മനസ്സിലായതുകൊണ്ട് എല്ലാം വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഐഷാഡോയുടെ കൂടെ ചെറിയൊരു ഗ്ലിറ്ററും വരുന്ന ഐഷാഡോയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഐ ചെയ്തേക്കുന്നത്. പിന്നെ ലാഷസ് വെച്ചിട്ടുണ്ട്. ലാഷസ് വളരെ തിൻ ലാഷസാണ് വെച്ചേക്കുന്നത്. ആളിന് ചെറിയ കണ്ണായതുകൊണ്ട് വലിയ ലാഷസ് ഓവറായി പോകുന്നുള്ളതുകൊണ്ട് ചെറിയ ലാഷസാണ് വെച്ചേക്കുന്നത്. ശ്രീകുട്ടിയുടെ മുഖത്ത് മോക്കുരു വന്ന പാടുകളോ കുഴികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കൺസീലറും കറക്റ്ററും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സ്കിന്നിനനുസരിച്ചുള്ള ഫൗണ്ടേഷനാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യുന്നത് ഞാനൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ബേക്ക് കേൾ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള മുടി നമ്മൾ കേൾ ചെയ്ത ശേഷമാണ് എക്സ്റ്റൻഷൻ വെക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫുള്ള് ഹെയർ ചെയ്ത വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇടയ്ക്ക് കസ്റ്റമർ വന്നതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. പിന്നെ ഹെയർ ഫുള്ള് സെറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് ഹെയർ സെറ്റ് ചെയ്ത ശേഷമുള്ള ലുക്ക്. അപ്പോൾ ആളിൻ്റെ ഏകദേശം മേക്കപ്പ് ഫുള്ള് കഴിയാറായി. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം മണി 2-2:30 മണിയോളമായി. ആൾ 12 മണിക്ക് വന്നതാണ്. അപ്പോൾ ആളിനെ എത്രയും പെട്ടെന്ന് എനിക്ക് പറഞ്ഞു വിടണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശ്രീകുട്ടിയെ ഹാപ്പിയാക്കി പറഞ്ഞു വിട്ട ശേഷം പാർലറിലെ വർക്ക് കഴിഞ്ഞ് ഞാൻ വീടെത്തിയപ്പോൾ ഏകദേശം 7 മണിയായി. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. കാരണം എല്ലാവരും എന്നെ കാത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനും ഒരുങ്ങി. ചേട്ടൻ, അമ്മ, ചേച്ചി, പിള്ളേർ എല്ലാവരും കൂടെ ആയിട്ട് കല്യാണത്തിന് പോയി. റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിന് പോകുമ്പോഴാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. അപ്പം ശ്രീകുട്ടിയെ കയറി കണ്ട ശേഷം കൊച്ചച്ചന്മാർ, അപ്പച്ചിമാർ എല്ലാവരും കുറേ നേരമൊക്കെ എത്തി സംസാരിച്ച്. എന്നിട്ട് എനിക്ക് നാളത്തെ വർക്കിനുള്ള ഒരു സാരിയും കൂടെ ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു, ഒരു നാത്തും കുട്ടിയുടെ. അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ ആ സാരിയൊക്കെ ബോക്സ് പ്ലീറ്റ് ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം 11:30 മണിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീകുട്ടിയുടെ മേക്കപ്പിൻ്റെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.